നമ്മളെ തലയാട്ടപ്പള്ളി ബദിരിങ്ങളാണ്. അങ്ങനെ രാവിലെ തന്നെ ആബിദ് കൈ മോനുമുത്തി സവാള പരിപാടിയിൽ ഷമീർക്ക് എക്സ്പെർട്ടാണ്. ഫർഹാത്ത് ടീം മദ്രസ ക്ലീന്, CPK മുറ്റം ക്ലീൻ ചെയ്ത് ഈ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ട്. യാസിർ ഖാന്റെ പിടിവലൊന്ന് കാണാൻ തന്നെ എങ്ങനെയോ ഓട്ടർഷ കയറ്റി 2:30 സമൂസന്റെ പരിപാടി എടുക്കും. എന്തോ ആലോചനയിലാണ് സിനാന്. ഇനി ഫില്ലിംഗ് ആണ്. നബീലും അർവാനും സജീവമായിട്ടുണ്ട്. എല്ലാത്തിനും നേതൃത്വമായിട്ട് ബാസിത്ത് ഉസ്താവും. അതിന്റെ ഇടയിൽ ഒരാൾ നടക്കുമെന്ന് നോക്കി ആവിലാൻ തോന്നിയപ്പോൾ മെല്ലെ അടവെച്ച്. അതാണ് റിഫാസും അലിയും പുറത്തുനിന്ന് ബേക്ക് ചെയ്തു. ഇനി പൊക്കോട പരിപാടി. ആ പൊരിച്ചിൽ കാണാനൊരു രസമാണ്. പൊരിച്ച് കഴിഞ്ഞപ്പോഴേ ടേസ്റ്റ് വെക്കാൻ പാത്തു വന്നിക്ക്. അപ്പോഴത്തേക്ക് നാടൻ കോഴിൻ്റെ കറി, ആട് കറി, ബീഫ് കറി ഒക്കെ സെറ്റാണ്. ഫസൽ കയ്യിലൊക്കെ കൈ റെഡിയാക്കുന്നുണ്ട്. ഫെബി പാത്രം റെഡിയാക്കി. ദേ വരുന്ന റഷീക്ക മറിച്ചും തിരിച്ചു ഇളക്ക് തന്നെ. സജീർക്കാരന് ചോറ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി പേക്കിങ് തുടങ്ങാൻ പോവാം. അവളൊക്കെ ആവേശത്തിൽ ചോറിടുന്നുണ്ട്. ഷാഫിക്ക കറക്റ്റ് കറി വയ്ക്കുന്നു. ഷംസുഖാടെ കയ്യാളായിട്ടുണ്ട്. ബഷീർ ഖാന്റെ കറക്കലൊരു മൊഞ്ചാണ്. യുവാക്കളൊക്കെ പിന്നെ പാക്കിങ്ങിന് സജീവമായിട്ടുണ്ട്. ജവാദ് കെയും സജീവാണ്. 3:30 പള്ളിയിൽ മൗലിദ് സ്റ്റാർട്ട് ചെയ്തു. അബ്ദുൽ ഉസ്താന്റെ പ്രഭാഷണം കഴിഞ്ഞു. ദുആയോടുകൂടെ മജ്ലിസ് അവസാനിച്ചു. ഇനിയാണ് നമ്മൾ ഇഫ്താർ. ഇത്രത്തോളം ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. ജബ്ബാർ കൈ സലീക്കായി വേഗം സീറ്റ് അടിച്ച് ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പാൻ തുടങ്ങി. പള്ളിയുടെ മുറ്റം ഫുള്ള് ആളായി. മദ്രസന്റെ 2 തട്ടിലും ആളുകൾ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്യും. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പുറക്കും. ഞങ്ങൾ ഉസ്താമാര് 3 വേറെ സ്ഥലത്ത് നിന്നാട്ടോ നോമ്പുറക്കണേ. അങ്ങനെ അസുറക്കായി സാധനങ്ങളൊക്കെ വണ്ടി. അവസാനം നമ്മൾ ഉസ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള ഫുഡടി. പിന്നെ എല്ലാവരും കൂടി ഒരു വീഡിയോ ഷൂട്ട്. മൊത്തത്തിൽ പരിപാടി റാഹത്തായി. അൽഹംദുലില്ലാ.